ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചക്കരച്ചോറാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ പച്ചരി ഒരു 4 തവണ ഞാൻ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ചരി അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറുപഴമാണ്. ഞാനിവിടെ വെണ്ണീർപ്പൂവിൻ്റെ നല്ല മധുരമുള്ള 4 പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 6 വിസിൽ വന്നോട്ടെ. ഇനി നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 3 അച്ച് ശർക്കര വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴത്തെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. ഇപ്പോഴത്തെ 6 വിസിൽ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കുകയാണ്. പച്ചരി കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെക്കാം. ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് അരമുറി തേങ്ങ ചിരകിയതും ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ചക്കരച്ചോറ് കണ്ട നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് മാറ്റി വയ്ക്കാൻ വന്നിട്ട് വറവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടൊരു 7 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചെറിയുള്ളി ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 15 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ ചക്കരച്ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചക്കരച്ചോറ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? പഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു അസാധ്യ രുചി തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചക്കരച്ചോറ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.